നിങ്ങൾ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പുനർജന്മം വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ പല അവതാരങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ അവതാരങ്ങളൊക്കെയും, നിങ്ങൾ വിശ്വസിക്കുന്ന അവതാരങ്ങളൊക്കെയും വീണ്ടും നിങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നൂറ്റാണ്ടുകളായി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അവതാരങ്ങൾ പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല രീതിയിൽ നിങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങൾ ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗോഡ് പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല വേഷത്തിൽ നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ വിശ്വാസം നിങ്ങളെ അടിയുറപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളടുത്ത് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ലോക എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങളടുത്ത് ഞാൻ വീണ്ടും പറയുന്നു, ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്തരം അടിയറച്ച വിശ്വാസങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ലോക എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് പോയതിന് ശേഷം നിങ്ങളുടെ മനസ്സിനെ അങ്ങനെ വല്ലാതെ കോരിത്തെരിപ്പിച്ചിട്ട് സൃഷ്ടി, പുനർസൃഷ്ടി, പുനർജന്മം, സൃഷ്ടി അല്ല, പ്രകൃതിയുടെ സൃഷ്ടിയല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പല മിത്തുകൾ റിവേഴ്സ്ഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ തന്നെ വീണ്ടും വീണ്ടും ജീവിക്കുന്നത്, ആവശ്യം വരുമ്പോൾ പുറത്തു വരും, അങ്ങനെ കുറേ കാര്യങ്ങൾ റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ സ്റ്റേജ് നിയന്ത്രിക്കുന്നത് അവരാണെന്ന് നിങ്ങളെ വല്ലാതെ ഉൾപ്പുളകിതരാക്കി നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ആത്മനിർവൃതി വരുത്തി നിങ്ങളെ തിയേറ്ററിന്റെ പുറത്ത് കൊണ്ടുവരും സിനിമ തീർത്ത്. അങ്ങനെയുള്ള എല്ലാവർക്കും ഉറപ്പായിട്ടും ഈ സിനിമ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോവാം. ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോവുക മാത്രമല്ല, അങ്ങനെയുള്ള എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. സിനിമ കാണാത്തടത്താണ് ഞാൻ പറയണത്. കാരണം അങ്ങനെ ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. അങ്ങനെയുള്ള നിങ്ങളെല്ലാവരും, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു മതവിശ്വാസിയാണോ, നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോവാം. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കുറച്ച് ഗോഡിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, അതിൻ്റെ സപ്പോർട്ട് ഗോഡിനെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിലൊരു എനർജി ഫോം ചെയ്യുമെന്നും, അത് അപ്പോഴ് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ നിങ്ങളെ രക്ഷിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ നിങ്ങൾ വിശ്വാസാധിഷ്ഠിതമായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോവാം ഈ സിനിമയ്ക്ക്. കാരണം സിനിമ അങ്ങനെയാണ് പറയണത്. അങ്ങനെ നിങ്ങൾ ജീവിക്കുകയും ആ ജനറേഷൻ ഒരുപക്ഷെ മറ്റൊരു ടീമുമായിട്ട് കൊല ചെയ്യപ്പെടുകയും ചെയ്തതിന് ശേഷവും അത് പുനർസൃഷ്ടിക്കപ്പെടുകയും അതിന് വീണ്ടും അത് എനർജിയോട്ട് തിരിച്ചു വരികയും ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ അതായത് ഈ ആത്മാക്കൾ പോലെ വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാൻ പറയുന്നു, ധൈര്യപൂർവം നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോവാം. നിങ്ങൾക്ക് കിട്ടുന്ന വേറൊരു ഫീല് തന്നെയായിരിക്കും സിനിമ. ലോക സിനിമ കണ്ടു. ലോക സിനിമ കാണുന്നതിന് മുൻപ് ഞാൻ പ്രിയ പ്രേക്ഷകർക്ക് പറയുകയാണ്, ട്രില്യൺ കണക്കിന് മനുഷ്യർ ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും, ഇനി മരിക്കാനിരിക്കുന്ന ട്രില്യൺ കണക്കിന് മനുഷ്യർക്കും, ഇനി ജനിക്കുകയും മരണം കാലാന്തരങ്ങളിൽ സയൻസ് വികസിപ്പിച്ച് നീട്ടി വെച്ചിട്ട് എപ്പോഴെങ്കിലും മരിക്കുകയും ചെയ്യുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയുകയാണ്. കാരണം ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി യാഥാർത്ഥ്യങ്ങളുടെ പേരിലോ കഥയുടെ പേരിലോ നമുക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത മനുഷ്യന്റെ ഓർമ്മ, അല്ലെങ്കിൽ രാജാവിന്റെ, അല്ലെങ്കിൽ ഒരു അവതാരത്തിന്റെ ഓർമ്മ പുതുക്കലാണല്ലോ. അത്തരം ഓർമ്മ പുതുക്കൽ ഉള്ള എല്ലാവർക്കും ഓണാശംസകൾ മാത്രമല്ല, ഓണത്തിനൊപ്പം ധൈര്യമായിട്ട് കുട്ടികളോടെ, ഫാമിലിയോടെ, കുട്ടി
കുട്ടികളോടെ, ഫാമിലിയോടെ, കൂട്ടുകാരോടെ, അപ്പൂപ്പനോടെ, അമ്മമ്മേരോടെ, ഇനി ആരൊക്കെയുണ്ടോ അവരെല്ലാരെയും കൊണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോവാം. അത്ര മാഷ് ഫിലിമാണത്. കാരണം അത് ഞാൻ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഒരു ഒരു മനുഷ്യന്റെ ഒരു 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 ജീവിത രീതി അനുസരിച്ച്, പൊയ്ക്കൊണ്ടിരിക്കുന്ന നിലയനുസരിച്ച് 90% മനുഷ്യരും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആണ്. 90%, വേൾഡിൽ തന്നെ 90% മനുഷ്യർ ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്. ഒരു 7-8% മനുഷ്യരാണ് അല്ലാതെ മാറി ജീവിക്കുന്നവർ. ഒരു 1% പോലും ഇല്ല മതപരമായ കാര്യങ്ങളിൽ വിശ്വസിക്കാത്തവർ. അപ്പൊ അതുകൊണ്ടാണ് പറയണത്. അപ്പൊ അത്തരം ആൾക്കാർ ധാരാളമുള്ള ലോകമല്ലേ. അത്തരം ആൾക്കാർക്ക് അവരവരുടെ മെത്തോളജിക്കൽ പല രീതിയിൽ, ഇപ്പൊ ഇത് കഥ പറയണത് സൗത്ത് ഇന്ത്യൻ ലെവലിലാണെങ്കിൽ ഓരോ സ്ഥലത്തിനും ഓരോ സംസ്കാരവും ആ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട കഥകളും എവിടെയായാലും, അത് നമ്മുടെ ഭാരതത്തിലായാലും, മീൻസ് ഇന്ത്യയിൽ, പഴയ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഭാരതം എന്ന് പറയുന്ന സ്ഥലത്തായാലും, ഇനി യൂറോപ്പിലായാലും, ഇനി അമേരിക്കയുടെ സൈഡിലായാലും, ഇത് ഒന്നുമല്ല വെറുതെ കടലിന്റെ അകത്തായാലും, ഇനിയിപ്പോ നമ്മൾ വേറെ ഗ്രഹത്തിൽ എവിടെയെങ്കിലും മനുഷ്യരെത്തണം, ഇങ്ങനെ എവിടെ പോയാലും നൊസ്റ്റാൾജിക്കലായിട്ട് ഇതിൽ വിശ്വസിക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കും ആണ് അധികവും. അവർക്കൊക്കെ പുറന്ന് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോവാം. ആ നിലയിലാണ് മെത്തോളജി ഒരു തരം സാങ്കല്പിക മെത്തോളജി എന്ന് ആണെങ്കിലും, ഒരു വിശ്വാസമായാലും സാങ്കല്പിക മെത്തോളജി ആയാലും എല്ലാം പഴയതിനെയും പുതിയ 2025 കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ പടം പോണത്. രണ്ടും തമ്മിലുള്ള ഒരു സമ്മിശ്രമാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ മിക്സ് ചെയ്തല്ലേ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കണേ. ഇപ്പൊ റൈസ് മാത്രം എടുത്ത് നിങ്ങളെടുത്താൽ എന്തായാലും അതിൽ മിക്സഡ് ഇല്ല, റൈസ് മാത്രം. റൈസ് നിങ്ങൾ ഒരു പാത്രത്തിൽ കുറച്ച് റൈസ് എടുത്തു, 200 കലോറി റൈസ് എടുത്തു. അപ്പുറത്ത് നിങ്ങൾ കുറച്ച് ചീര എടുത്തു, ഇപ്പുറത്ത് കുറച്ച് അവിയലെടുത്തു, ഇപ്പുറത്ത് കുറച്ച് തോരനെടുത്തു, ഇപ്പുറത്ത് കുറച്ച് ഫിഷ് എടുത്തു, ഇപ്പുറത്ത് കുറച്ച് സലാഡ് എടുത്തു, ഇപ്പുറത്ത് കുറച്ച് മീറ്റ് എടുത്തു. പിടികിട്ടിയോ? ഇപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നില്ലേ? ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു മിശ്രിതമാണ് ഈ സിനിമ. പകരം നിങ്ങൾ കുറച്ച് റൈസ് മാത്രം എടുത്തിട്ട് ആ റൈസ് മാത്രമാണ് നിങ്ങളുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ അതിനകത്തുള്ളൂ, കണ്ടന്റ് ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഇത്രയും വിഭവങ്ങൾ ഒരുമിച്ച് വരികയാണ്. ഇത്രയും വിഭവങ്ങളെ ഒരുമിച്ച് എങ്ങനെ വന്നു? കാലങ്ങളായിട്ട് മനുഷ്യർ പലതിലും കൂടുതൽ റിസർച്ച് ചെയ്തും ഇഷ്ടപ്പെട്ടും ഉണ്ടാക്കാൻ ശ്രമിച്ച്, നമ്മുടെ അമ്മമാരും അമ്മമ്മമാരും അമ്മമ്മയുടെ അങ്ങറ്റമുള്ളവരും ഇവരൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച് അങ്ങനെ ബെസ്റ്റ് കറികളൊക്കെ അതാണ് പറഞ്ഞത്, ഇത്രയും കൂട്ടുകൾ ഉണ്ടാക്കി അതിന്റെ കണ്ടന്റ് ഉണ്ടാക്കി വരണം. അന്ന് കുറെ കാലം ഇന്നലെ ഉണ്ടായതൊന്നുമല്ല നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും. അത് കുറെ പേര് കാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് അവർ ഓരോന്നും പരീക്ഷിച്ച് ബെറ്റർ ടേസ്റ്റ്, ബെറ്റർ എനർജി, ബെറ്റർ ഗ്രോത്ത്, ബെറ്റർ ഇതെല്ലാം ഉണ്ടാക്കി എടുത്ത സാധനമാണ് നമ്മുടെ ഒരു റൈസിന്റെ ചുറ്റും ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയുടെ ചുറ്റും ഇരിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരു സാധനത്തിന്റെ ചുറ്റും ഇരിക്കുന്ന മറ്റു വിഭവങ്ങളെല്ലാം. അപ്പൊ അങ്ങനെ ഒരു സമ്മിശ്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോ, വേഗത്തിൽ ടിക്കറ്റ് എടുത്തോ. ഓരോ ഫാമിലിയുടെ അടുത്തും, ഓരോ കുട്ടികളുടെ അടുത്തും, ഓരോ അപ്പൂപ്പൻ്റെ അടുത്തും അമ്മമ്മയുടെ അടുത്തും, ഇനി ആരൊക്കെ ഇപ്പൊ തൽക്കാലം ഇവിടെ ഉണ്ടോ, കേരളക്കരയിലോ തമിഴ്നാട്ടിലോ എവിടെയൊക്കെ ഉണ്ടോ, ആന്ധ്രയിലോ കർണാടകയിലോ എവിടെയൊക്കെ ഉണ്ടോ, നിങ്ങൾ ഇങ്ങനെ ഒരു മിത്തോളജിക്കലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എങ്കിൽ ഗോ ഫാസ്റ്റ്, ടേക്ക് ടിക്കറ്റ്, പിടിച്ചോ വണ്ടി, വിട്ടോ. ലോക പറയുന്ന കഥ അതാണ്. ആ കഥ നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഫീൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ചർച്ചയാവും. പഴയതും വരും, പുതിയതും വരും. പഴയതും പുതിയതും തമ്മിലൊരു കോർഡിനേഷൻ.
ആ കോർഡിനേഷൻ നിങ്ങൾ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. കാരണം നിങ്ങൾ അകന്ന് നിൽക്കുന്നു, നിങ്ങൾ കുടുംബത്തിൽ നിങ്ങൾ കുട്ടികളും നിങ്ങൾ തമ്മിൽ ഇച്ചിരി അകന്ന് നിൽക്കണമെങ്കിൽ പോലും ഇതിന്റെ ഒരു ചർച്ച വന്നാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതൊന്ന് ജോയിന്റ് ആവുമെന്ന് തോന്നുന്നു. ഈ വിശ്വാസികളെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയാണ്. ഇപ്പൊ ഇങ്ങനെ വരുന്ന ഒരു വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. അവർക്കെങ്കിലും ജോയിന്റ് ചെയ്ത് ഒരു ഡിസ്കഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ് ഈ ചിത്രം കാണിക്കുന്നത്. അപ്പൊ ഞാനിതെല്ലാം സിനിമയിലേക്ക് വന്നിട്ടില്ല, ഞാനിതെല്ലാം നിങ്ങളടുത്ത് പറഞ്ഞത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യനുണ്ടായി കാലാന്തരങ്ങൾക്ക് ശേഷം മനുഷ്യൻ പല രൂപാന്തരം പ്രാപിച്ച് ചിന്തിക്കാൻ കഴിവുള്ളവരാവുകയും മറ്റൊന്നിനെ കീഴ്പ്പെടുത്തി നമ്മുടെ താഴെ വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് ശേഷം അതിൽ വിജയിക്കുകയും അതിനുശേഷം മനുഷ്യനെ തന്നെ കീഴ്പ്പെടുത്തി അടിയാളന്മാരായിട്ടും കുടിയാളന്മാരായിട്ടും മറ്റു പലതുമായിട്ട് വച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ കഥകളാണിതെല്ലാം. വച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ കഥകളാണിതെല്ലാം. അത്തരം കഥകൾ എങ്ങനെ ഉണ്ടായി എന്ന് പുതിയ തലമുറ അറിയണ്ടേ? അതിന് നന്നായിട്ട് സംയോജിച്ചിട്ടുണ്ട് ലോക. നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നേ, അന്തസ്സായിട്ട് ടിക്കറ്റ് എടുക്ക്. അത് ലോക പറയുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞു വരുന്നത് എന്റെ പ്രേക്ഷകർക്ക് എത്ര കണ്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അനുഭവിക്കണം. അനുഭവകഥകൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു തന്നെ പോകും. 2-3 മിനിറ്റ് എടുക്കും ഞാൻ എന്റെ അനുഭവകഥകൾ പറയാം. അത് പിന്നെ ലോക സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യുന്നേ. ആ രീതിയിൽ എല്ലാം കൊണ്ടും പുതിയതും പഴയതും കൊണ്ടൊന്ന് ചേർത്തുരമി. ഞാൻ പറഞ്ഞില്ലേ, വിഭവസമൃദ്ധമായി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ഒരു വിരുന്നാണ് ലോക എന്ന സിനിമ. പ്രിയ പ്രേക്ഷകരെ, ഇനി ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് താഴ്ന്നു വരികയാണ്. ഇത്രയും നേരം ആ ഒരു നിലയ്ക്ക് സംസാരിച്ചു. പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് പറ്റുന്നുവെങ്കിൽ നിങ്ങൾ ഈ ഓണ സമയത്ത് ഈ ലോക എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ചായിട്ട് കാണണം. പക്ഷെ മസ്റ്റ് വാച്ചായിട്ട് കാണണം എന്തെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% മനുഷ്യരും മതത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ജീവിക്കുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ സർവേറിൽ ഞാൻ ഇന്ത്യയിൽ കാണുന്നത്. മറ്റ് സ്ഥലങ്ങളെക്കുറിച്ചൊന്നും ഞാൻ തൽക്കാലം ഇനി അങ്ങോട്ട് പറയുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ ഒരു ഓൾഡും ന്യൂവും തമ്മിൽ കൈകോർത്ത് വന്നാൽ ഒരു ബെസ്റ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതെങ്ങനെ കൈകോർക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അത് മനസ്സിലാകും. അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചിത്രമാണ് ലോക. കഴിവിൻ്റെ പരമാവധി എല്ലാവരും തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച്. വെറും വാച്ചല്ല, മസ്റ്റ് വാച്ച് എന്നാണ് പറയണത്. അത് കുട്ടികൾ മുതൽ എല്ലാവരും തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച്. ഇങ്ങനെയുള്ളവർക്ക് ഒന്നിലൊരു വിശ്വാസമൊന്നുമില്ല, പ്രകൃതിയിൽ ജനിച്ചു, പ്രകൃതിയിൽ ജീവിക്കുന്നു, പ്രകൃതിയാൽ മരിക്കുമെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പാക്ക വേസ്റ്റ് എന്ന് പറയും. കാരണം അവിടെ മിത്തോളജിയോട്ട് നിങ്ങൾക്ക് താല്പര്യമേ ഇല്ല. ഒന്ന്. രണ്ടാമത് പിന്നെ ഈ പടം വേറൊരു വിഷയമായിട്ട് സയൻസോട്ട് ഇത്തിരി ക്രോഡീകരിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. പക്ഷെ ഒരു വിശ്വാസി അല്ലാത്ത ഒരാൾക്ക് ആ മിത്തോളജി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വാസം കാണിക്കുമ്പോൾ അയാൾക്ക് അത് അവിടെ ഒരു ഫീലല്ല. സയൻസ് കാണിക്കുമ്പോൾ ഇറ്റ്സ് എ റിയൽ. സയൻസ് കാണിച്ചാൽ അത് റിയൽ. മറ്റത് വെറും സാങ്കല്പികം മാത്രം. അയാൾക്കത് ഫീൽ ചെയ്യില്ല, അയാൾ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. അത് എത്ര പേരെ നമ്മുടെ നാട്ടിലുള്ള 2%, നോ 1%. അത്രയൊക്കെ ഉള്ളൂ ഇപ്പോഴും. 2020-25 ഇന്ത്യയിൽ 150 കോടി ജനങ്ങളുണ്ട്. 150 കോടി ജനത്തിൻ്റെ 1% ഉള്ളൂ. 1% ഇല്ല എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ ബാക്കി എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണതാണ്. ഞാനീ പറഞ്ഞത് ബാക്കി എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ തിയേറ്ററിൽ പോ, കാണ്, അർമാദിക്കൂ, ഓണം സെലിബ്രേറ്റ് ചെയ്യൂ. മലയാളി ഓണം സെലിബ്രേറ്റ് ചെയ്യൂ. മലയാളി അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഈ സിനിമ കാണിക്കൂ. നമ്മളെ ഇൻഡസ്ട്രി വളരട്ടെന്നേ. ഈ ഇൻഡസ്ട്രി മാറിയിരിക്കുന്നു. ഇനി സിനിമയിലേക്ക് വരാം.
ഞാൻ 2, 3, 4 വർഷമായിട്ട്, ഏകദേശം 3 വർഷമായിട്ട് ഞാൻ റെഗുലർ പറയാണ്, സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി മാറിയിരിക്കുന്നു. സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി ലോകം കീഴടക്കും. എൻ്റെ കിടപ്പുണ്ട്, എൻ്റെ ബ്ലോഗിൽ കിടപ്പുണ്ടല്ല, നിങ്ങൾ വേണമെങ്കിൽ കയറി കണ്ടോ, വേണമെങ്കിൽ കയറി കണ്ടോ. സൗത്ത് ഇൻഡസ്ട്രി ലോകം കീഴടക്കും. സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി ഡിഫറൻ്റ് ആയിട്ട് ലോകത്തിന്റെ മാർക്കറ്റ് ഭരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ പറയൂ. ആ നിലയിലാണെന്ന് തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ ഡിപ്പെൻഡഡ് ആണെന്ന് നമ്മുടെ ഹിന്ദി ഇൻഡസ്ട്രി. അത് കഴിഞ്ഞിട്ട് നോക്കൂ, ഇവിടെ എത്ര ഇംഗ്ലീഷ് ചിത്രങ്ങൾ ഓടുന്നത് നന്നായിട്ട്. ഹോളിവുഡ് ഫിലിമുകൾ, ഹോളിവുഡ് സിനിമകൾ എത്ര ഓടുന്നു. ഹോളിവുഡ് സിനിമകൾക്ക് പോലും ഇന്ത്യയിൽ എങ്ങനെയാണ് കുറച്ച് ഇടി വന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ബെസ്റ്റ് സിനിമകൾ നമ്മൾ നിർമ്മിച്ചു തുടങ്ങി, നമ്മൾ ചെയ്തു തുടങ്ങി. നമ്മൾ ഏറ്റവും നല്ല ചിത്രങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് എഫോർട്ടുള്ള സിനിമകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും കിടപിടിക്കുന്ന ചിത്രങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഹോളിവുഡ് സിനിമയ്ക്ക് ഇന്ത്യയിലുള്ള ഗ്രോത്ത് എന്നുള്ള വെറും ഗ്രോത്ത് ഇല്ല, 10% ഓഡിയൻസ് മാത്രമാണ്. അത് അവർക്ക് ഗ്രോത്താണ്. മുൻകാലങ്ങളെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ എവിടെയാണ് നിൽക്കേണ്ടത്. പക്ഷെ അതിനെയൊക്കെ തടയിട്ടത് സൗത്ത് ഇൻഡസ്ട്രിയുടെ സിനിമകളാണ്, സൗത്ത് ഇൻഡസ്ട്രിയുടെ കഥകളാണ്. ആ കഥകൾക്കൊരു അപവാദമാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്ന ലോക മലയാള ഇൻഡസ്ട്രി എത്തിയിരിക്കുന്നു, നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നു. ഒരു മാർവലസ് വുമൺ എന്ന് തന്നെ കഥാപാത്രത്തെ പറയേണ്ടി വരും. അടുത്തോ സ്പൈഡർ വുമൺ. ഇനിയോ ഹീമാൻ. അത് നമുക്ക് ഹീ വുമൺ. സ്കോർപ്പിയൻ കിങ് അല്ല, സ്കോർപ്പിയൻ വുമൺ. ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ധാരാളം ഇംഗ്ലീഷ് ചിത്രങ്ങളുണ്ട്, തമിഴ് ചിത്രങ്ങളുണ്ട്, കൊറിയൻ ചിത്രങ്ങളുണ്ട്, ചൈനീസ് ചിത്രങ്ങളുണ്ട്. ഇതിനൊക്കെ ഒപ്പം കിടപിടിക്കാൻ 3-4 വർഷം മുമ്പേ ഞാൻ പറഞ്ഞു സൗത്ത് ഇൻഡസ്ട്രി വരും. ഇവിടത്തെ കുറെ യൂട്യൂബ് ബ്ലോഗേഴ്സുമാര് പറയുന്ന തട്ടുവെളുപ്പം പരിപാടിയൊന്നും അല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സൗത്ത് ഇൻഡസ്ട്രി വരും, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ആ ഒരു ഇതിലേക്ക് നല്ല വലിയ ഇന്റർനാഷണൽ ലെവലില് ഒരു അത്തപ്പൂക്കളം നമ്മുടെ ദുൽഖർ സൽമാൻ നിങ്ങളുടെ മുമ്പ് വച്ചിരിക്കുകയാണ് ഓണസമ്മാനമായിട്ട്. അദ്ദേഹമാണല്ലോ പ്രൊഡ്യൂസ് ചെയ്തത്. 105 കോടി രൂപയാണ് 4 സിനിമയ്ക്കായിട്ട് അയാൾ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു അതൊരു 200, 300, 400 കോടിയായിട്ട് ഇനിയിപ്പോൾ വളരും. കാരണം പടത്തിന് കിട്ടിയിരിക്കുന്ന വിജയം അത് ആ ലെവലിലാണ്. അപ്പൊ ഇനി ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ഈ പടം എല്ലാം ചിത്രീകരിച്ച് വെച്ചിരിക്കണമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. വച്ചിട്ടുണ്ടെങ്കിലും ഇനി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യും. കാരണം പ്രേക്ഷകരുടെ പ്രതീക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അനി സിനിമയിലോട്ട് കയറാം, വീണ്ടും ഞാൻ വരാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രി ലെവലിൽ ചേഞ്ച് ആയിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇവിടുത്തെ എല്ലാ യൂട്യൂബ് ബ്ലോഗേഴ്സും, വലിയ റേഞ്ചുള്ള യൂട്യൂബ് ബ്ലോഗേഴ്സും നമ്മളെ ഇൻഡസ്ട്രിയെ പല പ്രാവശ്യം അടച്ചാക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, സൗത്ത് ഇൻഡസ്ട്രി ഇന്ത്യൻ ഇൻഡസ്ട്രി വഴി ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു, ഇനിയും കീഴടക്കും. ഇനി ഇതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇതിനനുസരിച്ച് ഹിന്ദി ഇൻഡസ്ട്രി മാറും. ഹിന്ദി ഇൻഡസ്ട്രി മാറിയിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്ന ചൈന നമ്മുടെ പിന്നിൽ പോവും, അമേരിക്ക നമ്മുടെ പിന്നിൽ പോവും, റഷ്യ നമ്മുടെ പിന്നിൽ പോവും. എന്തുകൊണ്ട് പിന്നിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവിടെ വല്ലാതെ സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഭയങ്കര ബൂംബാസ്റ്റിംഗ് ആണ്. ചെറുപ്പക്കാരുടെ എണ്ണം പുതിയ രീതിയിൽ, ചെറുപ്പക്കാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത ചിന്തയോടെ ജനിക്കുന്ന, വ്യത്യസ്ത ചിന്തയോടുകൂടി മാത്രം റിസ്ക് എടുക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അല്ലാതെ അവരുടെ ചെറുപ്പക്കാരൊക്കെ നമ്മളെക്കാലം എത്രയോ വർഷം മുമ്പ് വർദ്ധിച്ചു. അതുകൊണ്ടാണ് അവരെല്ലാം നമ്മളെക്കാലം ടോപ്പ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ നമ്മളെക്കാലം ഒക്കെ ഇപ്പോഴും ടോപ്പിലാണ്. പക്ഷെ ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യും. കാരണം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും
ഇനിയിപ്പോ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ആൺകുട്ടിയെ മാത്രം ഉദ്ദേശിച്ചെന്നുള്ള ലെവൽ വരും. അല്ല, ചെറുപ്പക്കാരികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഇവർ വളർന്ന് പല പ്രോജക്റ്റ് ഇതുപോലെ ചെയ്യും. ദുൽഖർ സൽമാൻ ഇതാണ്ടില്ലേ, മലയാളം ഇൻഡസ്ട്രി ചെയ്തിരിക്കില്ലേ? മലയാളം ഇൻഡസ്ട്രി മാറ്റി ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മുടെ പൃഥ്വിരാജ് മാറ്റിയില്ലേ? പഴയ ആരും മോശമെന്നല്ല പറയണേ, പക്ഷെ കാലഘട്ടത്തിലേക്ക് അവര് എത്താൻ 10-15 വർഷം എടുത്ത സ്ഥലത്ത് 2 വർഷം കൊണ്ട് നമ്മൾ പിള്ളേര് മാറണമെന്നേ. അവരത് സ്റ്റഡി ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. ആ ലെവലിലോട്ട് ഇന്ത്യ 150 കോടി ജനമുണ്ട്. അതിൽ നിന്നൊരു 1 ലക്ഷം പിള്ളേർ ഇങ്ങനെ വന്നാൽ മതി. അവർ വന്നു, അവരടിച്ച് തകർത്ത് തോൽപ്പിക്കാൻ പറ്റൂലെന്നാണ് ഞാൻ പറയണത്. അതിനേക്കാൾ ഉപരി സൗത്ത് ഇൻഡസ്ട്രിയിൽ ബും ബാസ്റ്റിംഗ് ആണ് നമ്മുടെ ചിന്തകളൊക്കെ. ആ മാറ്റ ഈ സിനിമ, ലോക സിനിമ കാണിക്കുന്നുണ്ട്. മലയാള ഇൻഡസ്ട്രിയിലെത്തി. ഞാൻ പറയുന്നു എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിക്കുന്നത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ പല മടങ്ങ് 1 ലക്ഷം കോടി രൂപയുടെ ഫിലിം മേഖലയിൽ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി എത്തും. 1 ലക്ഷം കോടി ഇന്ത്യൻ റുപ്പി ഇതിലെത്തും വർഷം. നമ്മുടെ സൗത്ത് ഇന്ത്യ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ നിലയിലോട്ട് നമ്മുടെ ഇൻഡസ്ട്രി വളരും. അതിന്റെ ചുവടുവയ്പ്പുകളാണ് എല്ലാം നിങ്ങൾ കാണുന്നത്. അങ്ങനെ അതവിടെ നിൽക്കട്ടെ, അതൊക്കെ ഇവരുടെ അങ്ങനെ കണ്ട ഈ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് ഞാൻ ഇറങ്ങണം. ഇനി ഇത്രയും നേരം എൻ്റെ അഭിപ്രായം സിനിമയുടെ വിശേഷങ്ങളിലേക്ക് ഇറങ്ങണം. ഈ സിനിമ എന്ന് പറയുന്നത്, ഞാൻ ഇനി കഥയിലോട്ട് വരികയാണ്. സിനിമയുടെ കഥ ഞാൻ പറയില്ല, സിനിമയിലേക്ക് വരികയാണ്. എൻ്റെ ബാല്യകാലത്ത് എനിക്കുണ്ടായിരുന്ന, എന്നെ പറഞ്ഞു പഠിപ്പിച്ച, എന്നെയല്ല, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളതല്ല, അന്ന് കറണ്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പേടിപ്പിച്ച് നമ്മുടെ ബ്രെയിനെല്ലാം സ്റ്റക്ക് ചെയ്യിച്ച, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഞാൻ പറയുന്ന പ്രേക്ഷകർത്താണ്. നമ്മൾ ഈ പഴയ കാലത്ത് വീട്ടിൽ പറയുന്ന കഥകൾ, നാട്ടിൽ പറയുന്ന കഥകൾ, ഇതെല്ലാം കഥകളുടെ ഒരാൾ മാത്രമാണ് കല്ലിയങ്കാട്ട് നീലി. ഒരു യക്ഷിയിൽ ഒരാൾ മാത്രമാണ് കല്ലിയങ്കാട്ട് നീലി. 100 കണക്കിന് യക്ഷികൾ പന വഴിയും നാട് വഴിയും, 10,000 യക്ഷികൾ കല്ലറകൾ വഴി. കല്ലറകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ മരിച്ചടക്കപ്പെടുന്ന സ്ഥലം. പിന്നെ അതിൽ കൂടുതൽ യക്ഷിമാര് ഹിന്ദുക്കളുടെ ആചാരപ്രകാരം എങ്ങനെ ദഹിപ്പിച്ച് കളഞ്ഞാലും, പിന്നെ ആയുസ് തീർന്നില്ലെങ്കിൽ നോർമലായി ചത്താൽ ഇവിടെ അലഞ്ഞു നടക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിറക്കി വിട്ടിട്ടുള്ള ഒരു കഥാപാത്രങ്ങളിലൊന്ന് മാത്രമാണ് ഈ ലോക സിനിമയിലെ കല്ലിയങ്കാട്ട് നീലി. കല്ലിയങ്കാട്ട് നീലിയുടെ കഥയൊക്കെ ചില്ലറയല്ല ഞങ്ങൾ കേട്ടിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഏജ് 1976 ജനിച്ച എൻ്റെ ഏജ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തോളൂ. കല്ലിയങ്കാട്ട് നീലിയുടെ കഥയൊക്കെ കേട്ടിട്ടേ അയ്യോ ഒന്നും പറയാനില്ല. ഉറങ്ങിയ ജീവിതമില്ല. രാത്രി 12 മണിക്ക് ഉറങ്ങൂല, 1 മണിക്ക് ഉറങ്ങൂല. ഉറങ്ങാതെ ബ്രെയിനൊക്കെ സ്റ്റക്കായി. അത് ലൈഫിൽ പല മേഖലയിലും ബാധിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. കല്ലിയങ്കാട്ട് നീലി മാത്രമല്ല, യക്ഷിക്കഥകൾ കേട്ട് ഒരു ഭയം, നമുക്ക് പേടിയുടെ ഒരു വൈബ്രേറ്റ് ഉണ്ടാവും. ഇനി അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇനി ഈ സിനിമ കല്ലിയങ്കാട്ട് നീലി എന്ന് പറയുന്ന കഥാപാത്രത്തെ പ്രെഡിക്റ്റ് ചെയ്ത് ന്യൂ ജനറേഷനുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ട് റൺ ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറി ലൈനഫ് കേട്ടോ. ഒരു രക്ഷയുമില്ല കേട്ടോ. വാവ് എക്സലന്റ് മൂവി. സൂപ്പർ ഡൈനാമിക് ലെവലിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പഴയ മതവിശ്വാസങ്ങൾ, പിന്നെ നാട്ടിലെ അന്ധവിശ്വാസങ്ങളും, ഞാനങ്ങനെ അന്ധവിശ്വാസം എന്നാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അതും വിശ്വാസങ്ങൾ അത് 2025 വന്നപ്പോഴത്തേക്ക് അതെങ്ങനെ റീബർത്ത് ചെയ്യുന്നു, RBR ചെയ്യുന്നു, സയന്റിഫിക്കലി എങ്ങനെ റീബർത്ത് ചെയ്യുന്നു, അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് ഈ ലോക. ഇതെങ്ങനെ സയന്റിഫിക്കൽ റീബർത്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത് ഒരു മിത്തിനെ കുറിച്ച് കഥ ലിങ്ക് ചെയ്ത് പോകുമ്പോഴും നമ്മുടെ നായിക എപ്പോഴും ബ്ലഡ് കുടിക്കും. മീൻസ് അവർക്ക് എനർജി നിൽക്കണമെങ്കിൽ അവരുടേതായ ബ്ലഡ് ഗ്രൂപ്പിന്റെ ബ്ലഡ് കുടിച്ചുകൊണ്ടിരിക്കണം. ആ ബ്ലഡ് എത്തിച്ചുകൊണ്ടിരിക്കും, ബ്ലഡ് കുടിക്കും. അത് ജസ്റ്റ് ഒന്ന് സ്റ്റോറിയിൽ ചെറുതായിട്ടൊന്ന് പറയേണ്ടി വന്നു. ഇത് കുടിക്കും, അതിൽ നിന്നാണ് അവർ എനർജി എടുക്കുന്നത്. ആ എനർജി നൈറ്റ് മാത്രമേ അബ്സോർവ് ചെയ്യുള്ളൂ.
സൺറൈസ് വരുന്നതോടുകൂടി അത് നെഗറ്റീവ് എനർജി ആവും. അവർക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. ആര്? നമ്മുടെ കഥാപാത്രത്തിന്. ഇതിന്റെ ഒരു കൺസെപ്റ്റ് സയൻസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതൊരു വൈറസ് ആണെന്ന് 2025 ഈ ലിങ്ക് ചെയ്ത് ഈ കഥ പറയുമ്പോൾ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അതൊരു വൈറസ് ആണ്. ഞാനതാണ് എൻ്റെ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യണത്. ഇനി വരാൻ പോകുന്ന ഒരു കാര്യം കൂടെ ഞാനത് 2 മിനിറ്റ് കഴിഞ്ഞ് കോട്ട് ചെയ്യും. എന്താണ് വൈറസ്? എന്താണ് വൈറസിന്റെ എഫക്റ്റ്? ഇത് ഒരാൾക്കൊരു എനർജറ്റിക് ലെവല് വല്ലാതെ ഒന്ന് ഫോമായി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അത് അനുഭവിച്ചതിന് ശേഷം, അതൊരു മിത്തായിട്ട്, അതൊരു വിശ്വാസമായിട്ട് തന്നെ ഇരുന്നോട്ടെ, അത് എത്തിയതിന് ശേഷം പകല് മാറി ഡേയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതെന്തുകൊണ്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ നെഗറ്റീവ് എനർജി ആയിട്ട് മാറുന്നു? ഞാൻ നിങ്ങളുടെ സിമ്പിളായിട്ട് ചോദിക്കട്ടെ. നിങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നു ഉറങ്ങി, രാവിലെ സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ നിങ്ങളുടെ എനർജറ്റിക് ലെവൽ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇന്നത്തെ ദിവസം, ഇന്നേ ദിവസം ഓണം വരാൻ പോകുന്നു, ഇന്നേ ദിവസം നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കിട്ടിയെന്ന് വെച്ചോളൂ. അതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങി. രാവിലെ സൂര്യൻ ഉദിക്കുന്നില്ല, നിങ്ങളുടെ എനർജി ലെവൽ എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സയന്റിഫിക്കലി ചിന്തിച്ചു നോക്കൂ. പ്രകൃതിയുടെ വച്ച് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ല, 2 ദിവസം സൂര്യൻ ഉദിച്ചില്ല, 3 ദിവസം ഉദിച്ചില്ല, 4 ദിവസം ഉദിച്ചില്ല, 10 20 30 40 50 60 100 200 300 500 600 1000 ദിവസമായി. നിങ്ങളുടെ ബോഡി കണ്ടീഷൻ എന്തായിരിക്കും? ഞാൻ നിങ്ങളടുത്ത് പറയണു, നിങ്ങളുടെ ബോഡി കണ്ടീഷൻ ചേഞ്ച് ചെയ്ത് മറ്റൊരു രൂപമാകും. മനുഷ്യരൂപമേ മാറിപ്പോവും. നമ്മുടെ ഈ മനുഷ്യരൂപമില്ലേ, എന്നെ നിങ്ങൾ ഈ കാണുന്ന കോലമില്ലേ, ഇതേ മാറിപ്പോവും. 1000 ദിവസം കഴിയുമ്പോൾ വേറൊരു രൂപമായി മാറും. സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നമ്മൾ എനർജി ഇവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുക്കും, അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് അതിന്റെ അടുത്ത എനർജി എടുത്ത് നമ്മുടെ ബോഡി നിൽക്കാൻ ശ്രമിക്കും. മറ്റൊരു രൂപമായിട്ട് മാറും. ഇത് ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് എൻ്റെ കാഴ്ചപ്പാടിൽ കൂടി പറഞ്ഞത്. കാഴ്ചപ്പാടിൽ കൂടി നിങ്ങൾ ഇങ്ങനെ മറ്റൊരു രൂപമായിട്ട് മാറുമില്ല എങ്കിൽ നിങ്ങൾ പറയും. ഇങ്ങനെ ഒരു സൺറൈസ് വരുമ്പോൾ ഇവർക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവുന്നു. കാരണം എന്താണ്? ഇവരുടെ ബോഡിയിലെ വൈറസ് സൂര്യൻ വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് എനർജറ്റിക് ലെവല് ഫോം ആവും. നമ്മൾ സൈലന്റ് ആയിരിക്കുന്ന ബോഡി എന്ത് ചെയ്യും? പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾ നൈറ്റിൽ റണ്ണിങ്ങിലാണെങ്കിൽ അതിന് കൊടുക്കുന്ന എനർജി വെച്ചിട്ട് അത് റൺ ചെയ്യും. പകല് വരുമ്പോൾ എന്ത് ചെയ്യും? ആ വൈറസ് സൂര്യൻ വരുമ്പോൾ സൂര്യന് അത് അൺനെസസറി ആണ്. നമുക്ക് വേറൊരു എനർജിയാണ് വരേണ്ടത് ബോഡിയിൽ. അപ്പോൾ ഇവർ റിജക്റ്റ് ചെയ്യും. അത് കൃത്യമായിട്ട് ഞാനിതെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കഥാപാത്രം കൃത്യമായിട്ട് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ ഈ സിനിമയെ ഒരു കല്ലിയങ്കാട്ട് നീലിയുടെ പഴയ കഥാപാത്രമായിട്ട് മാത്രമല്ല കാണിക്കുന്നത്. ഇതൊരു എക്സലന്റ് സയന്റിഫിക്കൽ ഫിലിമാണ്. നല്ല സൂപ്പർ ഡൂപ്പർ സയന്റിഫിക്കൽ ഫിലിം. അത്ര എക്സലന്റ് ആയിട്ടാണ് ഈ പടം സയൻസുമായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് വിശ്വാസമായിട്ടും കോട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതായത് ആ ലെവലിൽ മാറും. സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു. എൻ്റെ കാഴ്ചപ്പാടിൽ ശരിയാവണമെന്നില്ല കേട്ടോ. കാരണം സയൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. വിശ്വാസങ്ങളെങ്ങും മാറിയിട്ടില്ല. വിശ്വാസങ്ങൾ അന്നത്തെ വിശ്വാസം ഇപ്പോഴും അങ്ങനെ നിൽപ്പുണ്ട്. അതിന് മാറ്റമൊന്നുമില്ല. മാറ്റമില്ലാത്ത നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമല്ലേ വിശ്വാസം. സയൻസ് അങ്ങനെയല്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണില്ല. എന്ത് ചേഞ്ച് വന്നാലും പ്രൂഫോടുകൂടി നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ഇതുമായിട്ട് നന്നായിട്ട് ക്രോഡീകരിച്ചിട്ട് അപ്പൊ നമ്മുടെ പ്രശ്നം സൂര്യൻ ഉദിക്കുമ്പോഴാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഒരു ചുമ വന്നു നോക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പനി വന്നു നോക്കട്ടെ, നിങ്ങൾക്ക് ഒരു ജലദോഷം വന്നു നോക്കട്ടെ, പകലുള്ള എഫോർട്ടാണോ നൈറ്റ്? നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ബോഡിയിൽ ഏതെങ്കിലും വൈറസിന്റെ എഫക്റ്റ് നൈറ്റ് ഉള്ളതാണോ ഡേ ഉള്ളതാണോ നൈറ്റ്? പിന്നെ ബോഡിയുടെ എല്ലാ സെല്ലുകളും കൊഴിഞ്ഞു പോകുന്നതും ഇരിക്കുന്നതും ഒക്കെ ഡേയും നൈറ്റും തുറന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. അപ്പൊ ഈ ചേഞ്ചസ് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സൂര്യൻ ഉദിച്ചാൽ കൃത്യമായിട്ട് പറയുന്നില്ല, കൃത്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. മറ്റേ വൈറസിന് പിടിച്ചിരിക്കാൻ പറ്റൂല.
അപ്പോൾ വർക്കെല്ലാം നൈറ്റ് നടക്കും. ഡേയിൽ സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ നോക്കും. ഞാനിതാണ് പറഞ്ഞത്, സൂര്യപ്രകാശം അടിക്കാതിരുന്നാൽ നമ്മുടെ ബോഡി എന്ത് കണ്ടീഷനായിരിക്കും ഒരു 1000 ദിവസം കഴിയുമ്പോൾ, പിന്നെ ഒരു 5000 ദിവസം കഴിയുമ്പോൾ, പിന്നെ വർഷങ്ങൾ, അങ്ങനെ 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 പോകുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ്. ഞാനിത് വളരെ നിങ്ങളുടെ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതാണ് ലോക സിനിമ പറയണത്. ഇതൊരു സയൻറ്റിഫിക്കലി മെത്തോളജിക്കൽ ഫിലിമാണ്. നമ്മുടെ പൂർവികരുടെ വിശ്വാസവും പുതിയ ജനറേഷൻ്റെ സയൻറ്റിഫിക്കലി പോകുന്ന ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ടെക്നിക്കലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇത് ഞാൻ സിനിമയായിട്ടാണ് കാണുന്നത്. അതിൻ്റെ സയൻസിലോട്ടോ ആഴോട്ടോ ഇറങ്ങണമെന്നില്ല, വിശ്വാസമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആത്മീയമായിട്ടോ ഒന്നും ഇറങ്ങുന്നില്ല ഞാൻ. അതൊക്കെ അങ്ങനെയൊക്കെ ഇറങ്ങി നമുക്ക് സിനിമ അല്ലാതാക്കി മാറ്റേണ്ടത്. ഇതൊരു സിനിമയാണ്, അങ്ങനെ ചെയ്തിരിക്കുന്ന നല്ലൊരു സിനിമ. അതാണ് ലോക, അതാണ് ഈ പടത്തിൻ്റെ എല്ലാ കഥയും പോണത്. ആ രീതിയിൽ ഞാൻ പ്രേക്ഷകരടുത്ത് പറയണു, you go to must watch in theater screen only. You don't to go to other side mobile watching, home theater watching, and etc. I don't know care. Your all families go to must watch theater only, wide screen. ഇതൊരു വൈഡ് സ്ക്രീൻ ഫിലിം അല്ല, 60mm സിനിമയാണ്. നല്ല തിയേറ്ററിൽ ഇത് കാണുക. ഇതൊരു 70mm സിനിമയായിട്ടല്ല സ്ക്രീൻ എടുത്തിരിക്കുന്നത്, 60mm ആയിട്ടാണ് ഞാൻ കണ്ട തിയേറ്ററിൽ. ചിലപ്പോൾ ആയിരിക്കണമെന്നില്ല, ആ തിയേറ്ററിൽ അങ്ങനെ ചെയ്തതായിരിക്കാം. പക്ഷെ അത് 70mm സ്ക്രീനാണ്. പക്ഷെ ഫിലിം വന്നപ്പോൾ 60mm വന്നത്. ബട്ട് നല്ല ഫിലിമാണ്, നിങ്ങൾ പോയി ഇത് കാണുക. ഇനി ഞാൻ സിനിമയുടെ അഭിനയത്തിൻ്റെയും മറ്റു കാര്യങ്ങളോട്ട് വരാം. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട് ഇന്ന് ഹൈക്ക് കയറിക്കൊണ്ടിരിക്കുന്നതാണ് കല്യാണി പ്രിയദർശൻ. കല്യാണി പ്രിയദർശൻ തന്നെയാണ് സിനിമയുടെ ഹൈക്ക്, ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ എന്നെ സ്വാധീനിച്ച ഏറ്റവും വലിയ സിനിമയുടെ ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് എന്നുള്ളത് കല്യാണി പ്രിയദർശൻ അല്ല. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അതിലൊരു 10-11 വയസ്സായ ഒരു കുട്ടി, നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയുടെ യങ് ഏജിൻ്റെ, അതായത് പൂർവ്വകാലം അവതരിപ്പിക്കുന്നുണ്ട്. ആ കുട്ടിയാണ് എന്നെ സ്വാധീനിച്ച സിനിമയിലെ മെയിൻ ഘടകം. ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ആ ഒരു സിനിമ നിർമ്മിക്കണേ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും അറിയാമെങ്കിൽ, ഒരു യൂട്യൂബ് ചാനലിൽ ഇതുപോലെ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ പോലും എന്തൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കണമെങ്കിൽ, സിനിമ എടുക്കണമെങ്കിൽ നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും 1,00,000 മോളാണ്. ആ കുട്ടിയാണ് സിനിമയുടെ ഏറ്റവും നമ്പർ 1 ആർട്ടിസ്റ്റ്. അല്ലാതെ ഒരു കാരണവശാലും മറ്റ് ആർട്ടിസ്റ്റുകളല്ല, നമ്പർ 1 ആർട്ടിസ്റ്റ് ആ കുട്ടിയാണ്. ആ കുട്ടി ഒരു 20-25 മിനിറ്റേ സ്ക്രീൻ പ്രസൻറ്റിലുള്ളൂ. എക്സലൻറ്റ്, ബ്യൂട്ടി, വാവ്, അമേസിങ്. ആ കുട്ടിക്ക് 10 to 10 മാർക്ക് കൊടുക്കേണ്ടി വരും. അതാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ തരുന്ന ആദ്യത്തെ പ്രചോദനം എൻ്റെ സൈഡിൽ. ഇനി രണ്ടാമത്, ഈ സിനിമ കേരള ഇൻഡസ്ട്രിയെയും നോർത്ത് ഇൻഡസ്ട്രിയെ ഹോളിവുഡിനും ഒപ്പം നമ്മളും ഉള്ള ബഡ്ജറ്റിൽ എങ്ങനെ വൈഡായിട്ട് ചെയ്യാമെന്ന് ചിന്തിച്ച് എഫക്റ്റ് എടുത്തു കൊണ്ടുപോകുന്ന രീതിയിലോട്ട് സിനിമ കണ്ടു. അതിലേക്ക് കല്യാണി എന്ന് പറയുന്ന പ്രിയദർശനും ലിസിക്കും കിട്ടിയ മുത്ത് തന്നെയാണ് ഈ പെൺകുട്ടി കേട്ടോ. കാരണം ഇങ്ങനൊരു കഥാപാത്രം എടുക്കണമെങ്കിൽ ആ കുട്ടി എൻ്റെ കണക്കൂട്ടിൽ 2-3 വർഷത്തെങ്കിലും പരിശ്രമം എടുത്തിട്ടുണ്ടാവും. കാരണം ഒന്ന് മൈൻഡ് സെറ്റ് കൊണ്ടുവേണം, പിന്നെ ഈ കഥാപാത്രത്തെക്കുറിച്ച് പഠിക്കണം, പിന്നെ ബോഡി സെറ്റ് ചെയ്യണം. ഇതൊന്നും സഡൻലി കഴിയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇത് വളരെ നേരത്തെ കേട്ട കഥയായിരിക്കാം, അത് പതുക്കെ ആഡായി സിസ്റ്റമാറ്റിൽ വന്നപ്പോൾ ഇപ്പോഴും വന്നതായിരിക്കാം. അങ്ങനെ നോക്കിയാൽ ഉള്ളത് ഞാൻ പറയാമല്ലോ, മലയാളത്തിന് കിട്ടിയ മുത്ത് തന്നെയാണ് ഈ കല്യാണി പ്രിയദർശൻ എന്ന് പറഞ്ഞ കുട്ടി. കാരണം പ്രിയദർശനും ലിസിക്കും ലഭിച്ച വൈഡൂര്യം തന്നെയാണ് ഈ കുട്ടി. കാരണം സമ്പത്തും എല്ലാം ഉള്ള വീട്ടിൽ ജനിച്ച കുട്ടി, സിനിമ ഇൻഡസ്ട്രിയിൽ കൂടെ വളർന്നു, വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് കാശുണ്ടാക്കി ജീവിച്ചു. പക്ഷെ ആ കുട്ടി എടുത്തിരിക്കുന്ന റിസ്ക്, ആ കുട്ടി എടുത്തിരിക്കണ ഞാൻ പറഞ്ഞില്ലേ 2 വർഷം എടുത്തിരിക്കണ എഫേർട്ട്, ബോഡി അടക്കം മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം ചെയ്ത് ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ പലയിടത്തുനിന്നും മാറി നിന്നും പലതും സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്, എങ്കിലേ ഇത്രയും സക്സസ് ആവുള്ളൂ. അതിനിരിക്കുന്ന എഫക്റ്റ്, പിന്നെ ഈ ആക്ഷൻ സീക്വൻസിക്ക് വേണ്ടി എത്ര കാലം കുട്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, ആയോധനകൾ പഠിക്കണം. ഇതിനെല്ലാം റിസ്ക് എടുത്ത് ചെയ്ത്
നമ്മളെ ഒന്ന് കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ സ്ക്രീൻ പ്രസന്റ് ആയിട്ട് എങ്ങനെ വന്നു, ഒരു മാനായിട്ടല്ല, ആണായിട്ടല്ല, വുമൺ, മാർവലസ് വുമൺ, സ്പൈഡർ വാൻ വുമൺ, ഹീ വുമൺ, സ്പൈഡർ മാൻ വുമൺ അല്ല, സ്പൈഡർ വുമൺ, സ്കോർപ്പിയൻ വുമൺ, ഈ ലെവലിലോട്ട് നമ്മുടെ വുമൻസിന് ഇതൊരു, പെൺകുട്ടികൾക്ക് ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്, പെൺകുട്ടികൾക്ക് ഇതൊരു എന്താ പറയണത്, ഒരു മോട്ടിവേഷനാണ്, ഇതൊരു എനർജിയാണ്. ഈ എനർജി നമ്മുടെ പെൺകുട്ടികളിലോട്ട് ആഡായി വന്നു കഴിഞ്ഞാൽ ഇവരൊരിക്കലും ഈ പെർമനന്റ് ജോലിക്ക് ഇരിക്കില്ല, അവർ പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും. അതാണ് ഈ കല്യാണി പുതുശ്ശേരി സിനിമയെ കൂടെ തെളിയിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ഈ ചിത്രത്തിൽ ഈ കുട്ടി വർക്ക് ചെയ്ത് അഭിനയിച്ചിരിക്കുന്നത്. അതിന് ആ കുട്ടിക്ക് 10ൽ 10 മാർക്കും കൊടുക്കുകയാണ്. കല്യാണി പ്രിയദർശൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഈ എടുത്തിരിക്കുന്ന എഫോർട്ട് ഈ പടത്തിന് വളരെ പോസിറ്റീവായിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിക്കുക തന്നെയാണ്. ഞാൻ ഇനി സിനിമയിലോട്ട് പോവുകയാണ്. ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനിങ് മെൽവേ ജെ ആൻഡ് അർച്ചന റാവു, നല്ല ഹോളിവുഡ് നിലവാരത്തിലുള്ള കോസ്റ്റ്യൂം ഡിസൈനിങ് ഈ ഫണ്ടിൽ നിർത്തിയിട്ട്. കാരണം 4 പാർട്ടായിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത്. 105 കോടി ബഡ്ജറ്റാണ്. അപ്പോൾ ഒരു പാർട്ടിന് ശരാശരി 20, 25, 30 കോടി രൂപ ബഡ്ജറ്റേ ഉള്ളൂ. അല്ലെങ്കിൽ പോട്ട് ഇനിയിപ്പോൾ ഒരു 100, 200 കോടി വരും. പക്ഷേ ഈ ബഡ്ജറ്റിൽ നിന്നിട്ട് ഇത്രയും നല്ല രീതിയിൽ ഈ സിനിമ നിങ്ങൾ ചെയ്തെടുത്തില്ല. 100% അഭിനന്ദനങ്ങൾ മെൽവേ ജെ ആൻഡ് അർച്ചന റാവു. പിന്നെ അടുത്ത് വരുന്നത് ആർട്ട് ഡയറക്ഷൻ, ജിത്തു സെബാസ്റ്റ്യൻ. പൊളി ആർട്ട് ഡയറക്ഷൻ. ഒരേ ഒരു സീനിൽ മാത്രമാണ് ചെവര് കാണിച്ചപ്പോഴത്തേക്ക് ഒരു ഇറിറ്റേഷൻ തോന്നിയത്. ബാക്കി എല്ലാ സ്ഥലത്തും നിങ്ങൾ നല്ല ബഡ്ജറ്റ് ഓറിയന്റഡ്, ഹോളിവുഡിലാണ് ഇത് കാണിക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. മലയാള സിനിമയിൽ ഈ ഉള്ള ബഡ്ജറ്റിൽ എക്സലന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ജിത്തു സെബാസ്റ്റ്യന് 10 to 10 സ്റ്റാർ കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് മ്യൂസിക്, ജാക്കി ബിജോയ്. ഈ സിനിമയുടെ എല്ലാ ഹൈലൈറ്റിൻ്റെയും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഈ ജാക്കിസ് ബിജോയ്ക്കാണ്. കാരണം ജാക്കിസ് ബിജോയ് ഓരോ സ്ഥലത്തും നല്ല രീതിയിൽ ഈ അനാവശ്യ ഏച്ചുകെട്ടലൊന്നും ഇല്ലാതെ നമ്മളെ ഇഷ്ടംപോലെ സിനിമ നമ്മൾ ഇറങ്ങണുണ്ടല്ലോ. ഇപ്പം അടുത്ത കാലത്ത് ഇറങ്ങിയ രജനീകാന്ത് സിനിമകളിലടക്കം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ വേറെ ലെവലിൽ വിട്ടിട്ട് ഒരു ഏച്ചുകുട്ടും ഇല്ലാത്ത നല്ല സ്റ്റാൻഡേർഡ് ലെവലിൽ, ഹെവി ലെവൽ, ഹോളിവുഡ് ലെവലിലുള്ള മ്യൂസിക് ഡയറക്ഷൻ. സോ ബ്യൂട്ടി 10 to 10. പിന്നെ ഗാനരചന ജോക്സ് ബിജോയ്, മുക്സിൻ പരാരി. നല്ല എക്സലന്റ് ഇംഗ്ലീഷ് റൈറ്റിംഗ്, നല്ല എക്സലന്റ് മറ്റു രചന. ബ്യൂട്ടിഫുൾ ബൈ, നല്ല രചന. ഇത് നമ്മൾ എന്ത് പറയണമെന്ന് പറഞ്ഞാൽ, മ്യൂസിക് ഡയറക്ടർ തന്നെ എഴുതാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാട്ട് എഴുതാം. 5 പാട്ട് മ്യൂസിക് ഡയറക്ടർ എഴുതാൻ നിന്ന് ആ പടമൊക്കെ നമുക്ക് അരാജകത്തോട്ട് നിന്ന്. അങ്ങനെ ഞാൻ 1-2 പടങ്ങളെ കുറിച്ച് ബ്ലോഗും ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെയല്ല, എക്സലന്റ് രചന, അത്രയും ആ പടത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ ഗാനരചനയും മ്യൂസിക്കും ഈ പടത്തിന്റെ വിജയത്തിന്റെ 30% ക്രെഡിറ്റ് അവരുടെ കയ്യിലാണ്. പിന്നെ ആക്ഷൻ ഡയറക്ഷൻ യാനിക് ബെൻ. എൻ്റെ ബെന്നെ പൊളിച്ച് കേട്ട. കാരണം കല്യാണി പ്രിയദർശിനി മുതൽ ഇവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും കാലത്തെ എഫോർട്ടിലെടുത്ത് സ്ക്രീൻ പ്രസന്റിൽ എടുത്തിട്ടുള്ള താങ്കളുടെ ആക്ഷൻ ഡയറക്ഷൻ സോ ബ്യൂട്ടി. ഈ ബഡ്ജറ്റിൽ എക്സലന്റ്, മാർവലസ്, അമേസിങ്. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് ഡയറക്ഷൻ ജാക്കിസ് ബിജോയ്. താങ്കളുടെ ഡയറക്ഷനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. മലയാളത്തിൻ്റെ മുത്താണ് വായുവ താങ്കൾ. മലയാളത്തിൻ്റെ ഡയമണ്ട് തന്നെയാണ് താങ്കൾ. മലയാളത്തിൻ്റെ കോഹിന്നൂർ രത്നം തന്നെയാണ് താങ്കൾ. കാരണം താങ്കൾ സയൻസിനെ സയൻസായിട്ടും മിത്തിനെ മിത്തായിട്ടും, അതായത് പഴയകാല ഇതിനെ ഇങ്ങനെയായിട്ട് കൊണ്ടുവന്നിട്ട് ക്രോഡീകരിച്ചിട്ട് കൃത്യമായിട്ടും കോട്ട് ചെയ്തിട്ട് ഈ പടത്തെ എല്ലാവർക്കും അതിൻ്റെതായ പ്രാധാന്യത്തോടെ ഒരു സസ്പെൻസ് ലെവലിൽ എപ്പോഴും കൊണ്ടുപോയി വേറെ ലെവലിലെത്തിച്ച് താങ്കളുടെ ഡയറക്ഷനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയില്ല. സൂപ്പർ 10 to 10. പിന്നെ ആക്ടേഴ്സ് കല്യാണി പ്രിയദർശൻ്റെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. താങ്കൾ പോട്ടെ, എത്രയും വേഗം ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡും കിട്ടി താങ്കൾ മറ്റൊരു നിലയിലേക്ക് വളരട്ടെ, ഹോളിവുഡ് ലെവലിലോട്ട് കുതിച്ചുയരട്ടെ. പിന്നെ നസ്ലിൻ, എൻ്റെ പൊന്നു നസ്ലിനെ, താങ്കൾ ഈ ന്യൂ ജനറേഷൻ്റെ മുത്ത് തന്നെയാണ് കേട്ടോ. താങ്കൾ ഈ ന്യൂ ജനറേഷനിലെ ഒരു താരം തന്നെയാണ്. കാരണം നല്ല ചോക്ലേറ്റ് നായകൻ, പിന്നെ നല്ല ബോക്സിംഗ് കിങ്ങർ. താങ്കൾ മോഹൻലാലിനെ പോലെയാണ്. മോഹൻലാലിനെ ചേർത്ത് വയ്ക്കുന്നതെന്നൊന്നും ഞാൻ പറയില്ല. മോഹൻലാലിനെ പോലെയാണ് താങ്കളൊരു ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും വെക്കൊണ്ടിരിക്കുകയാണ്.
അത് മൊത്തം നസ്ലിനെ ഈ സിനിമയിൽ തെളിഞ്ഞ് കാണാനുണ്ട്. താങ്കൾ മലയാളത്തിൻ്റെ ഭാവി സൂപ്പർ സ്റ്റാർ ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കണ്ണടഞ്ഞു പോകുമായിരിക്കും. ഒരു 15-20 വർഷം കഴിയുമ്പോൾ താങ്കൾ മലയാളം സിനിമയെ ചിലപ്പോൾ അടക്കി ഭരിച്ചേക്കാം. താങ്കൾ നല്ല ഉത്സാഹിയാണെങ്കിൽ, കുറച്ച് ഇനിയും നല്ല ഉത്സാഹിയാണെങ്കിൽ, നല്ല ആക്ഷനും മറ്റു കാര്യങ്ങളും നല്ല ഡാൻസും പിന്നെ മറ്റു കാര്യങ്ങൾ കഥാപാത്രങ്ങൾക്ക് കുറിച്ച് താങ്കൾക്ക് നല്ല ഉൾക്കാഴ്ചയുണ്ടെന്ന് ഈ സിനിമയെ കണ്ടപ്പോൾ മനസ്സിലായി. അത് താങ്കൾ നസ്ലിന് തികഞ്ഞ അഭിനന്ദനം തന്നെ അറിയിക്കുകയാണ്. പിന്നെ ഇത് പോയിട്ട് കെ ഗഫൂർ, സാൻസി, നിഷാന്ത് സാഗർ, അരുൺ കുര്യൻ, ചന്തു സലീം, ഇവരുടെയൊക്കെ അഭിനയം, ഇവര് മുതൽ എക്സെട്ര എല്ലാ ആർട്ടിസ്റ്റും സൂപ്പറാണ് കേട്ടോ. ചന്തു സലീമിന്റെ ഇന്നസെന്റ്, ചന്തു സലീമിന്റെ ഒപ്പമുള്ള നമ്മുടെ അരുൺ കുര്യന്റെ ആക്ടിങ്, നിഷാന്ത് സാഗറിന്റെ ആക്ടിങ്, പിന്നെ അതിലെ വില്ലൻ ഒരു രക്ഷയില്ല, നമ്മളെ പോലീസ് ഓഫീസർ. അയ്യോ, അവൻ എന്ത് സ്റ്റൈലായിട്ടാണ് എൻ്റെ വരെ പോകുമ്പോഴും പടത്തിൽ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒന്നിനൊന്നിനും മിച്ചം. പിന്നെ ഇതിനിടയിൽ ഷൗബിൻ സാഗറിന്റെ ഷോട്ട് അടിച്ച് കാണിക്കുന്നുണ്ട് അടുത്ത പാർട്ടിലേക്ക്. പിന്നെ നമ്മുടെ ടൊവിനോ തോമസ് പടത്തിലുടനീളം ഉണ്ട്. പിന്നെ അടുത്ത ട്രെൻഡിലോട്ട് ടൊവിനോയുടെ അടുത്ത ഇത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ സസ്പെൻസ് ഇട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ പോകുന്ന സിനിമ ഉടനീളം ഒരു 100% ഓണം എന്റർടൈൻമെന്റ് സിനിമയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ദുൽഖർ സൽമാൻ ഏതിലുള്ള ആളാണ്? നമ്മുടെ നാട്ടിലെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ദുൽഖർ സൽമാൻ എടുത്തിരിക്കുന്ന മിത്ത് എന്താണ്? ഇന്ത്യൻ മിത്ത്. അതിൽ തന്നെ കേരളമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥ, അത് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് പറയുന്ന കഥകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സിനിമയാണ് ഇന്നത് 4 പാർട്ടായിട്ട് പുറത്തു വരാൻ വന്നിരിക്കുന്നത്. അതിന് ഇൻവെസ്റ്റ് ചെയ്ത ദുൽഖർ സൽമാനും ടീമിനും തികഞ്ഞ അഭിനന്ദനങ്ങൾ. 105 കോടി ബഡ്ജറ്റ്. ഈ പടം ഉടനീളം ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറയണു, തിയേറ്റർ മസ്റ്റ് വാച്ച് ഉള്ളി. നിങ്ങൾ വേറെ ഒരിടവും പോയി സിനിമ കാണുന്നത്. അത്ര എക്സലൻ്റ് ആണ് ഇതിൻ്റെ ഓരോ ഫ്രെയിമും, ഇതിൻ്റെ കളറിങ്ങും, കഥ പറയുന്ന രീതിയും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും, എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ ഫാമിലിക്ക്, എൻ്റെ മകനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇഷ്ടപ്പെടാത്ത ആരുമില്ല എൻ്റെ ഇതിൽ. അവരൊക്കെ 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ പടം. അങ്ങനെ മൊത്തത്തിൽ ഓണമൊന്ന് കളറാക്കാൻ നിങ്ങളുടെ കുടുംബം റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം, തിയേറ്ററിൽ പോകാം. മസ്റ്റ് വാച്ച്. ലോക സൈനിങ് ഓഫ്. നമക് സോളോ.